കുഞ്ഞേ, കുഞ്ഞേ, നീ എവിടെയാ കുഞ്ഞേ? അയ്യോ, കാത്തു, അവനെ ഉണർന്നില്ലേ? അവനുറങ്ങിക്കോട്ടെ. അല്ല, നീ എന്താ കൊണ്ടുവന്നേ? അതൊരു ഞാറപ്പഴമാ, നന്നായി പഴുത്തിട്ടുണ്ട്. അടിപൊളി രുചിയാ. ആ, കൊള്ളാലോ. അപ്പുച്ചേട്ടൻ ഈ പഴം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ലല്ലോ. കുഞ്ഞൂസ് വന്നപ്പോ എന്തൊക്കെയാ കൊണ്ടുവരുന്നേ? അത് പിന്നെ നിങ്ങൾ അങ്ങനെ പഴങ്ങളൊന്നും തിന്നാത്തത് കൊണ്ടല്ലേ. എന്താ അവിടെ ഒരു ബഹളം? അപ്പൂസിങ് എത്തിയോ? ആ, എത്തിയമ്മേ. ആ, എന്നാൽ എല്ലാവരും താഴോട്ട് വാ. അമ്മേ, മീനൊന്നുമില്ല അമ്മേ. അതെന്തിനാ രാവിലെ തന്നെ മീൻ? ഉച്ചയ്ക്ക് തരാം. അച്ഛൻ മീൻ കൊണ്ടുവരാൻ പോയിരിക്കാം. ഇനി നിങ്ങൾ പോയി കളിച്ചോ. ശരി അമ്മേ. കുഞ്ഞൂസേ, നിനക്ക് ചേച്ചി ഉച്ചയാവുമ്പോ മീൻ കൊണ്ടുവരാവേ. എന്താ? നിനക്ക് കഴിക്കാൻ എന്താ ഏറ്റവും ഇഷ്ടം? അപ്പൊ നിനക്ക് സംസാരിക്കാൻ അറിയില്ലേ? അതൊന്നും സാരമില്ല, ഇതുപോലെ കാണിച്ചാ മതി, ഞങ്ങൾക്ക് മനസ്സിലാവും. ശരിയാ. പക്ഷേ ഇപ്പൊ കാണിച്ചത് നിനക്ക് മനസ്സിലായോ? നടക്കുന്ന പൂവാണോ? അല്ല അപ്പൂസേ, വശത്തേക്ക് നടക്കുന്ന ഞണ്ടല്ലേ? അല്ലേ? കുഞ്ഞൂസിന് ശരിക്കും അപ്പൂനെയും കിട്ടൂനെയാ കൂടുതൽ ഇഷ്ടമെന്ന് തോന്നുന്നു. ആ, അവൻ കുഞ്ഞല്ലേ, ചിലപ്പോ അവന് ഞാൻ കൊടുത്ത മീനും ഇഷ്ടപ്പെട്ട് കാണത്തില്ലായിരിക്കും. എന്നാലൊരു സൂത്രമുണ്ട്. അപ്പൂനും കിട്ടൂനും ഒന്നും പറ്റാത്ത ആ കാര്യം ഞാൻ ചെയ്യും. നോക്കിക്കോ. ഏയ് കാത്തു, നില്ല് നില്ല്, എങ്ങോട്ടാ ഇത്ര വേഗം പോകുന്നേ? ആ, പുതിയ ചങ്ങാതിയെ കിട്ടിയപ്പോ ഞങ്ങളെയൊന്നും വേണ്ട അല്ലേ? അവനെയും കൂട്ടി വാ കാത്തു, നമുക്ക് കളിക്കാം. അത് പിന്നെ കുഞ്ഞൂസിന് നല്ല ക്ഷീണം മാറിയിട്ട് ഞങ്ങൾ കൊണ്ടുവരാം. കാത്തു എങ്ങോട്ടാ പോകുന്നേ? ഞങ്ങൾ വരട്ടെ? വേണ്ട, ഞാൻ പൊന്മാൻ ചേട്ടനെ അന്വേഷിച്ച് പോവാ. ഇപ്പൊ വരാം. മീൻ പിടിക്കുന്നത് പഠിക്കാനാണോ? ആ, അതെ, അതിന് തന്നെ. ആഹാ, ഇതാര്? എന്താ കാത്തു ഈ വഴിയൊക്കെ? മീൻ പിടിക്കാൻ വന്നതാണോ? അല്ല, ഞണ്ടിനെ പിടിക്കാനാ. അത് കൊള്ളാമല്ലോ. അതെ, ഞണ്ടിനെ പിടിക്കാനേ ഇവിടെ കൊക്കമ്മാവന് മാത്രമേ അറിയൂ. വെറുതെ ഒന്നും ഞണ്ടിനടുത്തോട്ട് ചെല്ലല്ലേ, അത് നല്ല ഇറുക്ക് വെച്ച് തരും. ഇറുക്കാത്ത കുഞ്ഞു ഞണ്ട് മതി, അത് ഞാൻ പിടിച്ചോളാം. ഇതാ നോക്കിക്കോ. അയ്യോ, എന്തോന്നായി കാണിച്ചത്? എന്താ ഒരു നിലവിളി കേട്ടത്? അത് ചേട്ടാ, ഈ കാത്തുന് ഞണ്ടിറക്കിയതാ. ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല. അല്ലെങ്കിലും കാത്തുവിന് ഇച്ചിരി അനുസരണക്കേടുണ്ട്. അല്ല കാത്തു, നിനക്കെന്തിനാ ഇപ്പൊ ഞണ്ട്? അത്
അതിനെ വളർത്താനാ. അതിന് ഞണ്ടിനെ വളർത്താൻ നിനക്കറിയാമോ? അതൊക്കെ എനിക്കറിയാം. കൊക്കമ്മാവൻ ഒരു കുഞ്ഞു ഞണ്ടിനെ പിടിച്ചു തരാമോ? അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ ഞാനൊന്നിനെ പിടിച്ചു തരാം. കാത്തു, എന്നാലേ സമയം കളയാതെ എളുപ്പം വീട്ടിലേക്ക് പൊയ്ക്കോ. കുഞ്ഞുങ്ങളെ തിരക്കി നടക്കുന്ന ആരോ ഒരാള് ഈ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് കേട്ടു. ഞാനും അങ്ങനെ കേട്ടു. എന്നാലേ നേരെ വീട്ടിലോട്ട് വിട്ടു. കാത്തു, വഴിയിൽ എങ്ങും ഇനി നിൽക്കണ്ട. കാത്തു ഇത്രയും നേരം എവിടെയായിരുന്നു? കാത്തു വന്നിട്ടേ കഴിക്കുമെന്ന് പറഞ്ഞ് കുഞ്ഞുച്ച വാശി പിടിച്ചിരിക്കുകയാണ്. കാത്തു കൊടുത്ത മീനും അവൻ കഴിച്ചില്ല. ചേച്ചി, ഈ ഞണ്ടിനെങ്ങനെ പിടിച്ചോ? അത് പറയാൻ പറ്റില്ല, അത് രഹസ്യ. എന്നാലും കാത്തു ഇത് എങ്ങനെ ഒപ്പിച്ചു? എന്താ കുഞ്ഞൂസേ, എന്താ കഴിക്കാത്തെ? അച്ഛനെ കാണാത്തതിനാണോ? അമ്മയെ കാണാത്തതിനാണോ? അമ്മയെ നമുക്ക് കണ്ടുപിടിക്കാന്നേ. ഇപ്പൊ നമുക്ക് കളിക്കാൻ പോയാലോ? പച്ചത്തുള്ളന്മാരെ പുറത്ത് കാത്തു നിൽപ്പുണ്ട്. ഞണ്ടിനെ എളുപ്പം കഴിക്ക്.
അത് പൊട്ടിപ്പോവും. അയ്യോ, ഇനി ഞാൻ നോക്കാം. അത്രക്കായോ? ചോദിച്ചോ. എന്റെ അമ്മോ. ബാനു, ബബലു, എവിടെ പോയി രണ്ടാളും? എവിടെ ആയിരുന്നു? ദേ, കുസൃതി ഒന്നും കാട്ടാതെ മിണ്ടാതിരുന്നോണം. അച്ഛാ ടാറ്റാ. ദേ രണ്ടുപേരും അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. പോയോ? ഇവന്മാരുടെ കാര്യം കൊണ്ട് ഞാൻ തോറ്റു. അമ്മേ, ഈ ബാനുവിനെ ബബലുവിനെ ഒന്ന് വിളിയമ്മേ. വാ ഓടിക്കോ. ബബലു അതവിടെ വെക്ക്. അത് എന്റെ കളർ പെൻസിലാ. അതിങ്ങതാ. എടാ നിൽക്കാൻ അവിടെ. അമ്മേ. ബാനു, ബബ്ലു, ഓടി വീഴല്ലേ. എനിക്ക് വയ്യ. എന്താ അത്? ഓ, ഇതെന്താ സാധനം? എന്താ രണ്ടുപേരും ഇവിടെ? എന്താ ചേട്ടാ ഈ സാധനം? ഞങ്ങൾ ഇതിൽ തട്ടി വീണു. ഓ, ഇതൊരു പൊളിഞ്ഞ വണ്ടിയാ. ഇവിടെ മുമ്പ് താമസിച്ചിരുന്ന മുയലിൻ്റെതാ ഇത്. വണ്ടിയോ? അതെ, ഇത് ശരിയാക്കാൻ ആ കുരങ്ങൻ മേശരിക്ക് മാത്രമേ അറിയൂ. ദേ അവിടെയാ, അവിടെ തന്നെ. എന്താ? ഈ വണ്ടി ഒന്ന് ശരിയാക്കി തരാമോ? ആകെ പൊളിഞ്ഞു പോയല്ലോ. ഇത് ഞാൻ ഒത്തിരി തവണ ശരിയാക്കിയതാ. ഇത് നിങ്ങൾക്ക് കളിക്കാനല്ലേ? ആ, എന്നാ പോയി ഒരു ചക്രം കൊണ്ടുവാ, ഞാൻ ശരിയാക്കി തരാം. ചക്രമോ? മനസ്സിലായില്ലല്ലേ? വട്ടത്തിൽ ഒരു തടിക്കഷ്ണം. നിങ്ങൾക്കെന്താ കണക്കറിയില്ലേ? ഞങ്ങളുടെ അച്ഛൻ കണക്കുമാഷ. ഓഹോ, എന്നിട്ടാണോ വട്ടം എന്തെന്നറിഞ്ഞൂടാത്തത്? ഇതൊന്നും ഞങ്ങളെ പഠിപ്പിച്ചില്ല. ഇനി പഠിപ്പിക്കുമായിരിക്കും. ആ, അമ്പിളി അമ്മാവനെ പോലെ വട്ടത്തിലുള്ളതാ ചക്രം. ഇപ്പൊ മനസ്സിലായോ? അപ്പോ അമ്പിളിമാമൻ ചക്രമാണോ? ഓ, മണ്ടന്മാർ. ഇതാ വട്ടം അല്ലെങ്കിൽ വൃത്തം. ഇതുപോലൊരു തടിക്കഷ്ണം കിട്ടിയാൽ ചക്രമാക്കാം. മനസ്സിലായോ? ദേ, അവിടെ മരക്കച്ചവടം നടത്തുന്ന ഒരു വയസ്സൻ കുറുക്കനുണ്ട്. ഇതുപോലൊരു തടിക്കഷ്ണം അവൻ മുറിച്ചു തരും. പോയിട്ട് വേഗം വാ. ഹായ്, നല്ല മധുരൻ. ഹായ്. ഹോ, ഇനി ആ കുറുക്കൻ എന്ത് കാണിക്കും? വരില്ല. നോക്ക്, വട്ടത്തിലൊരു പൂവ്. ഹായ്. വട്ടത്തിലൊരു മീൻ. വട്ടത്തിൽ സൂര്യൻ. എന്താ? ഞങ്ങൾക്ക് തടിയിലുള്ളൊരു വട്ടം വേണം. വട്ടമോ? അതെ, വണ്ടി വെക്കാൻ. ഓ, ചക്രമായിരിക്കും. മേശിരി പറഞ്ഞു വിട്ടതാവും. അളവ് എവിടെ? ആഹാ, കളിവണ്ടിക്കാണോ?
ഓ എന്നാൽ ഇത് മതി. ആരത് ചുമക്കും? എടാ വണ്ടന്മാരെ, അത് ഉരുട്ടിക്കൊണ്ടു പോ. ഓടിക്കോ, 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 ഓടിക്കോ. ആ കളിക്കാൻ ഇതൊക്കെ മതി. ഓടിക്കോ രണ്ടും. ഇതെന്ത് വണ്ടി? ഇതൊരു കളിപ്പാട്ടമല്ലേ? ഇതൊരു ഉന്തു വണ്ടി ആകണമെങ്കിൽ ചതുരത്തിൽ ഒരു പലക കൂടി ഉള്ളിൽ വെക്കണം. ചതുരമോ? അതെ, ചതുരം. ഇതാ ചതുരം, പക്ഷെ പലകയില്ലല്ലോ. ഇത് ഇന്ന് നല്ലൊരെണ്ണം എടുത്തു. ദേ പലക. വണ്ടി കിട്ടിയല്ലോ. ഇനി രണ്ടുപേരും കൂടി അമ്മയ്ക്ക് കൂൺ പറിച്ചോണ്ട് വാ. ഇപ്പൊ പറിച്ചോണ്ട് വരാം. ദേ പെട്ടെന്ന് എത്തണം. അങ്ങോട്ടൊരോട്ടം, ഇങ്ങോട്ടൊരോട്ടം. ഞാനും വരുന്നു. ഹേ, ഞാനും വരുന്നു. ഈ വണ്ടിക്ക് എന്തോ മന്ത്രശക്തിയുണ്ട്. വെള്ളരിക്ക പട്ടണത്തിൽ ഒരിടത്ത് സുദർശനൻ എന്നു പേരുള്ള ഒരു കുഴി മടിയൻ താമസിച്ചിരുന്നു.
ജോലി ചെയ്ത് ജീവിക്കാൻ ഒരു താല്പര്യമില്ലാതിരുന്ന സുദർശനൻ എന്നും രാവിലെ ഭിക്ഷയാചിച്ചിറങ്ങും. കിട്ടുന്ന അരിയോ അവലോ വാങ്ങി ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ച് കിടന്നുറങ്ങുന്നതായിരുന്നു പതിവ്. അങ്ങനെ കഴിയുമ്പോഴാണ് ഒരു ദിവസം വഴിയിൽ നിന്ന് വീരുവിനെ കിട്ടുന്നത്. പക്ഷെ വീരു കൂടി വന്നപ്പോൾ സുദർശനന് ജോലി കൂടുതലായി, അതുപോലെ മടിയും. അതുകൊണ്ട് വീട്ടുജോലിയെല്ലാം ക്രമേണ വീരുവിന്റെ തലയിലായി. ഒരു ദിവസം ധനികനായ ഒരു കച്ചവടക്കാരൻ സുദർശനന് കുറേയധികം അരിപ്പൊടി കൊടുത്തു. ഇങ്ങനെ എന്നും വന്ന് കൈനീട്ടാതെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചൂടെ? ദാ ഇത് കൊണ്ടുപോയി പലഹാരം ഉണ്ടാക്കി വിറ്റ് കാശ് സമ്പാദിക്ക, എന്നിട്ട് മാന്യമായി ജീവിക്കാൻ നോക്ക്. പലഹാരം ഉണ്ടാക്കാൻ പോലും ആര് മെനക്കെടുന്നു? വീട്ടിലെത്തിയ സുദർശനൻ അന്ന് കിട്ടിയ ഒരു നെയ്യപ്പം വീരുവിന് കൊടുത്തു. ജോലിയെല്ലാം ചെയ്ത് തളർന്നിരുന്ന വീരു അത് ആർത്തിയോടെ കഴിച്ചു. സുദർശനൻ അരിപ്പൊടി ഉറിയിൽ കെട്ടിത്തൂക്കിയ ശേഷം ക്ഷീണമകറ്റാൻ പായ വിരിച്ച് കിടന്നു. എന്നിട്ട് വീരുവിനോട് അടുത്ത് വന്ന് കിടന്നോളാൻ പറഞ്ഞു. ക്ഷീണം കാരണം പാവം വീരു അപ്പ തന്നെ ഉറങ്ങിപ്പോയി. ആ കച്ചവടക്കാരൻ സത്യത്തിൽ ഒരു ബുദ്ധിയില്ലാത്തവന്. അല്ലെങ്കിൽ പലഹാരം ഉണ്ടാക്കി വിൽക്കാൻ പറയോ? അല്ലെങ്കിൽ തന്നെ പലഹാരം ഉണ്ടാക്കി വിറ്റ എന്ത് കിട്ടാനാ? സുദർശനൻ ഇങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ട് കിടന്നു. അല്ലെങ്കിലും വെറുതെ ദിവാസ്വപ്നങ്ങൾ കാണുന്നത് സുദർശനന് പതിവായിരുന്നു. ഞാൻ ഈ അരിപ്പൊടി പഞ്ഞമാസമാകുമ്പോൾ വിൽക്കും, ഇരട്ടി വിലയും കിട്ടും. സുദർശനൻ പെട്ടെന്ന് തന്നെ തന്റെ സ്വപ്ന ലോകത്തെത്തി. അരിപ്പൊടി വിറ്റ കാശുകൊണ്ട് കുറേ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങും. അവയെ വളർത്തി വലുതാക്കി ദിവസവും മുട്ടകളെടുക്കും. മുട്ടകൾ വിറ്റ് 2 ആടുകളെ വാങ്ങും. പിന്നെ പറയണോ, 2 ആടും പെറ്റു പെരുകി ഒരു വലിയ ആട്ടും പറ്റം തന്നെ ഉണ്ടാവും. അതില് കുറെ ആടുകളെ കൊടുത്ത് പശുക്കളെ വാങ്ങും. പശുക്കള് കുറെ ആകുമ്പോ എരുമകളെ വാങ്ങും. എരുമകളെ വിറ്റ് പെൺകുതിരകളെ വാങ്ങും. പെൺകുതിരകൾ പെറ്റു പെരുകി ധാരാളം കുതിരകൾ ഉണ്ടാകും. കുതിരകളെ വിറ്റ് സ്വർണ്ണ നാണയങ്ങൾ സമ്പാദിക്കും. പിന്നെ പറയണോ, അതിസുന്ദരമായ ഒരു മാളിക ഞാനങ്ങ് പണിയും. എനിക്ക് വയ്യ. മാളിക പണിഞ്ഞു കഴിഞ്ഞാൽ ആ കച്ചവടക്കാരന്റെ സുന്ദരിയായ മകളെ ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവരും. അതിൽ മിടുക്കനായ ഒരു മകനും ഉണ്ടാകും. അങ്ങനെ ഞങ്ങൾ സന്തോഷത്തോടെ കഴിയവേ ഒരു ദിവസം എന്റെ മകൻ അമ്മയുണ്ടാക്കിയ ഒരു നെയ്യപ്പവും കൊണ്ട് എന്റെ അടുത്തേക്ക് ഓടി വരും. പക്ഷെ ഇത് കണ്ടുകൊണ്ട് തക്കം പാർത്തിരുന്ന ഒരു കാക്ക പിന്നാലെ പറന്നു വന്ന് നെയ്യപ്പം തട്ടിയെടുക്കാൻ ശ്രമിക്കും. ഞാനപ്പോ കാക്കയെ ഓടിക്കാനായി ബഹളം വെക്കുമെങ്കിലും കാക്ക അത് വകവെക്കില്ല. ഞാനപ്പോൾ അവിടെ ഇരുന്ന് ഒരു വടിയെടുത്ത് കാക്കയെ വിരട്ടാനായി ഉത്തരത്തിൽ ശക്തിയായി അടിച്ച് ശബ്ദം ഉണ്ടാക്കും. അയ്യോ,
ഉറക്കത്തിലുണർന്ന വീരു മാവിൽ കുളിച്ചു നിൽക്കുന്ന രൂപത്തെ കണ്ട് പേടിച്ച് പുറത്തേക്കോടി. വീരു, നിൽക്ക് നിൽക്ക്, ഇത് ഞാനാ, സുദർശനൻ. പക്ഷെ എന്ത് കാര്യം, അപ്പോഴേക്കും വീരു എങ്ങോട്ടോ ഓടി മറിഞ്ഞിരുന്നു. തനിക്ക് പറ്റിയ മണ്ടത്തരമോർത്ത് സുദർശനൻ നിരാശനായി തിരികെ നടന്നു. എന്താണ് കിളി ചെയ്യുന്നത്? അങ്ങോട്ട് ചെന്ന് നോക്കാം. ജീവികൾ നെന്മണികളും പുഴുക്കളുമൊക്കെ കൊത്തിയെടുത്ത് പറക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കിളി എന്താ ഇങ്ങനെ? അതിനോട് തന്നെ ചോദിക്കാം. ഹായ്, അവൻ വീണ്ടും വന്നല്ലോ. അയ്യോ, പേടിക്കണ്ട, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. നീ എന്ത് ചെയ്യുന്നുവെന്ന് നോക്കാനാണ് ഞാൻ വന്നത്. അതെയോ? നീ എന്തിനാണ് ഈ നാരുകൾ കൊത്തിപ്പറക്കുന്നത്? നല്ല തമാശ. എനിക്ക് കൂടുണ്ടാക്കാൻ വേണ്ടി. കൂടോ? അതെന്താണ്? ഞങ്ങൾ കിളികൾ കൂടുകൂട്ടും. അതിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ പറന്നു നടക്കാമല്ലോ, പിന്നെന്തിനാണ് കൂടുണ്ടാക്കുന്നത്? അയ്യോ, മഴ വരുന്നു. മഴ വരുന്നു, മഴ വരുന്നു. എന്താ, നിനക്ക് കൂടില്ലേ? ആവൂ, രക്ഷപ്പെട്ടു. മഴ അധികം നനഞ്ഞില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി കിളികൾ എന്തിനാണ് കൂട് കൂട്ടുന്നതെന്ന്. ഹാവൂ, മഴ മാറി. അത് ഞാൻ മുമ്പ് കണ്ട കിളിയാണല്ലോ. അവളെന്തിനാ എന്റെ വീടിന്റെ മുറ്റത്ത്? നീ എന്താ ഇവിടെ? ഇതാണോ നിന്റെ കൂട്? ഇതെന്റെ വീടാണ്. ഇത്രയും വലിയ വീടോ? ഇത് നീ ഉണ്ടാക്കിയതാണോ? അല്ല, ഇതെനിക്ക് എന്റെ യജമാനൻ ഉണ്ടാക്കി തന്നതാണ്. മഴയും വെയിലും കൊള്ളാതെ എനിക്കിതിനകത്തിരിക്കാം. കൊള്ളാം, നല്ല വീട്. നീ എന്റെ കൂടെ വരുന്നോ? എന്റെ കൂട് ഞാൻ കാണിച്ചു തരാം. ശരി.